കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്തും ഈ കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധമായിരുന്നല്ലോ വലിയ വെല്ലുവിളിയായിരുന്നത് പിണറായിക്ക്. അപ്പോൾ വി ഡി സതീഷിന് കേന്ദ്രവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ കഴിയുമോ? കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് അർഹതയുള്ളതെല്ലാം നേടിയെടുക്കാൻ സതീഷിന് എങ്ങനെ കഴിയും? അത് സതീഷിന് 100% സാധിക്കും. എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാത്തത്? LDF സർക്കാർ പറഞ്ഞതുപോലെ കേന്ദ്രം വെറുതെ നമ്മളെ ഇട്ട് വേട്ടയാടുന്നത് കൊണ്ടല്ല. ചെലവഴിക്കുന്ന പണത്തിൻ്റെ അതായത് ഒരു വകുപ്പിലേക്ക് ഒരു പണം കൊടുത്ത ഗ്രാൻഡ് ആകട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇപ്പം നെല്ല് സംഭരണത്തിനുള്ള പണം എപ്പോഴാണ് കിട്ടുക? നമ്മൾ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ ആ സംഭരണ വിലയും അത് പിന്നെ FCIയുടെ ഗോഡൗണിൽ എത്തിക്കുന്നതിനുള്ള ചെലവുകളും എല്ലാം സംഭരണ വിലയുടെ കൂടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തരും. പക്ഷേ ഇതൊക്കെ ചെയ്ത് ഇതിൻ്റെ ഓഡിറ്റഡ് റിപ്പോർട്ട് കേന്ദ്രത്തിലെത്തണം. ഇതിൻ്റെ ഓഡിറ്റഡ് റിപ്പോർട്ട് 2 തരത്തിൽ കേന്ദ്രത്തിലെത്തണം. ഒന്ന് ഇൻറ്റേർണൽ ഓഡിറ്റ്, അതായത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഓഡിറ്റേഴ്സ് നടത്തുന്ന ഓഡിറ്റഡ് റിപ്പോർട്ട്. അത് കഴിഞ്ഞ് അത് ശരിയാണോ തെറ്റാണോ നോക്കി CAG നടത്തുന്ന ഓഡിറ്റ് റിപ്പോർട്ട്. ഈ 2 റിപ്പോർട്ടും, അതായത് ഗവൺമെൻറ് ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ടിനേക്കാളും പ്രധാനമായിട്ട് കേന്ദ്രം നോക്കുന്നത് CAG റിപ്പോർട്ടാണ്. അപ്പോൾ CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ട് അവിടെ എത്തിയാൽ മാത്രമേ ഈ നെല്ല് സംഭരണത്തിൻ്റെ പണം എത്ര ഗഡുക്കൾ കിട്ടാനുണ്ടോ അത്ര ഗഡുക്കളും കിട്ടും. അപ്പോൾ അത് കൃത്യമായിട്ട് ഓഡിറ്റേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കത്തക്ക ഒരു സാഹചര്യം ഒരുക്കണം. അപ്പോൾ അങ്ങനെ ആ റിപ്പോർട്ട് കിട്ടിയാൽ പണം കൃത്യമായിട്ട് കൊടുക്കും. അങ്ങനെ പണം റിപ്പോർട്ട് കിട്ടുന്നില്ല, ഓഡിറ്റഡ് റിപ്പോർട്ട് കിട്ടാത്തത് എന്ന് വെച്ചാൽ ഗവൺമെൻറ് പണം വേണ്ട സമയത്ത് കർഷകർക്ക് കൊടുത്ത് നെല്ല് സംഭരിക്കുന്നില്ല, സംഭരിച്ച റിപ്പോർട്ട് അങ്ങോട്ട് എത്തുന്നില്ല. ഇതൊക്കെ കാരണം കൊണ്ടാണ് ആ നെല്ല് സംഭരണത്തിൻ്റെ പൈസ തന്നെ ഇപ്പോൾ തന്നെ 1400 കോടിയോ മറ്റാണ് സംസ്ഥാനത്തെ കർഷകർക്ക് കിട്ടാനുള്ളത്. നമുക്കറിയാം ഈ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പും നെല്ലും കൂട്ടിയിട്ട് കുട്ടനാട്ടിലൊക്കെ കർഷകർ റോഡ് സൈഡിൽ സങ്കടത്തോടെ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ അവസ്ഥ വരുന്നത് ഇവിടുത്തെ സർക്കാരിൻ്റെ പിടിപ്പുകേട്, കാര്യക്ഷമതയില്ലായ്മ, അവിടെയൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഓരോ വകുപ്പിനും ആ കാര്യക്ഷമത ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആ വകുപ്പിൻ്റെ മന്ത്രിക്കാണ്. അപ്പോൾ ആ വകുപ്പ് മന്ത്രി തല മീറ്റിംഗൊക്കെ കൂടുമ്പോൾ എവിടെയൊക്കെ പാകപ്പിഴകളുണ്ട് അതൊക്കെ അതിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം ഒറ്റ പൈസ പോലും ഇല്ലാതെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. കേന്ദ്രം ഒരു സംസ്ഥാനത്തിനും എതിരല്ല. പക്ഷേ കേന്ദ്രം അതുകൊണ്ട് ശുദ്ധമാണ് എന്ന് ഞാൻ പറയുന്നില്ല. കേന്ദ്രം പല വിധത്തിൽ സംസ്ഥാനങ്ങളെ വേട്ടയാടുന്നുണ്ട്. അതായത് നമ്മുടെ പണം സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കുറച്ചു മാത്രം ലഭിക്കത്തക്ക രീതിയിൽ കരുക്കൾ നീക്കുന്നുണ്ട്. ആ കരുക്കൾ നീക്കൽ ഒക്കെ പറഞ്ഞാൽ വളരെ ദീർഘമായി പോകും. ഒന്നാമത് സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് എന്ന് പറഞ്ഞ 68 സ്കീംസ് ഉണ്ടായിരുന്നു UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. അതിനെല്ലാം അംബ്രല്ല സ്കീംസ് എന്ന് പറഞ്ഞ് 28ആക്കി ചുരുക്കി എന്ന് മാത്രമല്ല ഓരോന്നിൻ്റെയും സംസ്ഥാന വിഹിതം വർദ്ധിപ്പിച്ച് കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ചു. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി. അതിൻ്റെ രാംജി എന്നൊക്കെ പറഞ്ഞ് പേരുമാറ്റി VBG റാംജി എന്ന് പേരുമാറ്റത്തോടൊപ്പം എന്താണ് ചെയ്തത്? പേരുമാറ്റിയത് എന്തിനാണ്? ഇത് BJP ഗവൺമെൻറ്റിൻ്റെ കുഞ്ഞാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി. പേരുമാറ്റം മാത്രമല്ലല്ലോ, വേറൊരു അടിയും കൂടിയുണ്ട്, കനത്ത ഒരു പ്രഹരം സംസ്ഥാനങ്ങൾക്ക്. എന്താണത്? പണ്ട് UPA ആ നിയമം കൊണ്ടുവരുമ്പോൾ 2005 ഈ തൊഴിലുറപ്പ് NREGP കൊണ്ടുവരുമ്പോൾ 10% പണം മാത്രം സംസ്ഥാനവും 90% കേന്ദ്രവുമായിരുന്നു. അതിപ്പോൾ 40:60 എന്ന് വെട്ടിച്ചുരുക്കി. അപ്പോൾ ആരുടെ തലയിലാണ് ഭാരം വീണത്? ആ തരത്തിലാണ് ഈ 68 പ്രോഗ്രാംസിനെ 28ആക്കി ചുരുക്കി എല്ലാത്തിലും സംസ്ഥാനങ്ങളുടെ തലയിൽ കൂടുതൽ ഭാരം വരത്തക്ക രീതിയിൽ അതിനെ റീഅറേഞ്ച് ചെയ്തു. അങ്ങനെ സംസ്ഥാനത്ത് പിന്നെ അതുപോലെ ഫിനാൻസ് കമ്മീഷൻ 1970 പോപ്പുലേഷൻ 71 പോപ്പുലേഷൻ വെച്ചായിരുന്നു ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ തീരുമാനം എടുത്തിരുന്നത് എത്ര ശതമാനമെന്ന്. അന്ന് കേരളം പോലെ തെക്കേ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളുടെയും പോപ്പുലേഷൻ വളരെ ഹൈ ആയിരുന്നു. കേരളത്തിൻ്റെ 3.8% പോപ്പുലേഷൻ. പക്ഷേ ഈ 15ാം ധനകാര്യ കമ്മീഷൻ BJP ഗവൺമെൻറ് കാലത്ത് എന്ത് ചെയ്തു? 1970-71 പോപ്പുലേഷൻ പോലെ 2011 പോപ്പുലേഷനാണ് മാനദണ്ഡമായിട്ടെടുത്ത്. അപ്പോൾ എന്താ സംഭവിച്ചത്? കേരളത്തിൻ്റെ പോപ്പുലേഷൻ
ഇന്ത്യൻ പോപ്പുലേഷൻ്റെ അന്ന് 3.8 ഉണ്ടായിരുന്ന് 2.6 ചുരുങ്ങി. നാച്ചുറലി നമുക്ക് കിട്ടാനുള്ള വിഹിതം കുറഞ്ഞു. അത് എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ഇത് തന്നെ. ഏറ്റവും കൂടുതൽ കുറവ് സംഭവിച്ചത് കർണാടകത്തിനാണ്. അപ്പം എന്തുകൊണ്ടാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സംഭവിച്ചത് ഇങ്ങനെ ഒരു അടി കിട്ടിയത്? അതായത് ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി, റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, അതാണ് 1970-കളിൽ ഇന്ത്യ കൊണ്ടുവന്ന പോപ്പുലേഷൻ പോളിസി. ആ പോപ്പുലേഷൻ പോളിസി എന്ന് വെച്ചാൽ പോപ്പുലേഷൻ സ്റ്റേബിൾ ആയിരിക്കേണ്ട പോളിസിയാണ് ആ പോളിസി. ആ പോളിസി കൃത്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ പോപ്പുലേഷൻ കുറഞ്ഞു. പോപ്പുലേഷൻ കുറഞ്ഞതോടെ ഈ ഫിനാൻസ് കമ്മീഷൻ്റെ മാനദണ്ഡം 1970-ലെ പോപ്പുലേഷൻ എന്നുള്ളത് 1971-ലെ പോപ്പുലേഷൻ എന്നുള്ളത് 2011-ലേതാക്കി മാറ്റിയപ്പോൾ അവരുടെ എല്ലാവരുടെയും കിട്ടാനുള്ളതും കുറഞ്ഞു. പക്ഷേ ഇപ്പോൾ 16ാം ധനകാര്യ കമ്മീഷനാണ് ഇനിയിപ്പോൾ പ്രവർത്തിക്കേണ്ടത്. 2026-27 മുതൽ 16ാം ധനകാര്യ കമ്മീഷനാണ് പ്രവർത്തിക്കേണ്ടത്. 16ാം ധനകാര്യ കമ്മീഷൻ 1.9% 1.92% 15ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് അനുവദിച്ചത്. അതിപ്പോൾ 2.4% ഉയർത്തിയിട്ടുണ്ട്. 16ാം ധനകാര്യ കമ്മീഷൻ ഈ എല്ലാ ബഹളങ്ങളും ഒക്കെ കാരണം കൊണ്ട്, അതായത് കർശനമായ തരത്തിൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഒക്കെ ഇടപെട്ടതുകൊണ്ട് 16ാം ധനകാര്യ കമ്മീഷൻ്റെ തീരുമാനങ്ങളിലൊക്കെ മാറ്റം വരുത്തി അത് 2.4 നമ്മുടേത് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ബഹളം വെച്ചതുകൊണ്ട് 37,000 കോടിയുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കേരളത്തിന് കിട്ടിയിരുന്നു 15ാം ധനകാര്യ. അങ്ങനെ ഒരു ഗ്രാൻഡ് ഈ പ്രാവശ്യം ഇല്ല. അപ്പോൾ അതായത് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിച്ച് കൃത്യമായ രീതിയിൽ അത് കേന്ദ്രത്തിൽ അവതരിപ്പിച്ച് വാങ്ങാനുള്ള കൂട്ടായ ശ്രമം തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ചില വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട് ഈ ഗണത്തിൽപ്പെട്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും കൂടെ കൂട്ടായി ശ്രമിച്ചാൽ കേന്ദ്രത്തെ, ഫെഡറൽ പ്രിൻസിപ്പിൾസിൽ നിന്ന് മാറിപ്പോകുന്ന കേന്ദ്രത്തെ അതിൻ്റെ ചട്ടക്കൂടിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. അതിലും അതായത് വി ഡി സതീശൻ സമർത്ഥനായിരിക്കും. കാര്യങ്ങൾ വേണ്ട പോലെ കരുക്കൾ നീക്കാൻ അദ്ദേഹം സമർത്ഥനായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു കാര്യം കൂടി മാഡം, ഈ കാര്യക്ഷമതയ്ക്ക് മാർക്കിടുന്ന മുഖ്യമന്ത്രിയായി മാറുമോ സതീശൻ? മാഡം എപ്പോഴും പറയാറുണ്ടല്ലോ കാര്യക്ഷമതയ്ക്ക് മാർക്കിടണം, പിണറായി അത് ചെയ്യാതെ പോയി, അതാണ് വലിയ തെറ്റായത് എന്നൊക്കെ. അപ്പോൾ സതീഷിൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുമോ? മാറണം എന്നാണ് എൻ്റെ മോഹം. കാരണം വി ഡി സതീശൻ, അതായത് സത്യം പറഞ്ഞാൽ വടശ്ശേരി ദാമോദരൻ സതീശൻ ഇത്രയധികം ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരാൻ കഴിയുമെങ്കിൽ ആ വടശ്ശേരി ദാമോദരൻ സതീശൻ ശ്രമിച്ചാൽ കാര്യക്ഷമതയ്ക്ക് മാർക്കിടുകയും കാര്യക്ഷമത കൈവരിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം.